വീട്ടിൽ വെച്ചായിരുന്നു നമ്മളുടെ ഹൽദി പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. 5 മണിയാവണ്. എത്ര മണിക്ക് എത്തുക? അപ്പം അതന്നെ ഞാൻ പറഞ്ഞ 7 മണി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. 5 മണിക്ക് വരുമോ? 5 മണിക്ക് വരുമോ? എന്നിട്ട് നിന്റെ ചേട്ടൻ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞേ? എന്നിട്ട് ഞങ്ങൾ കുറേ പരിപാടി. അന്ന് നല്ല മഴയായിരുന്നുകൊണ്ട് അവർക്ക് വരാനായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര മഴയും ബ്ലോക്കൊക്കെ കാരണം. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ പ്രോഗ്രാംസൊക്കെ തുടങ്ങി. ഇതെൻ്റെ ഫ്രണ്ട് ഗ്രാംസിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകാതെ തന്നെ അവരെത്തി. അപ്പോൾ ഞങ്ങൾ ആ എത്തിയ സമയത്തുള്ള കുറച്ച് സംസാരങ്ങൾ, ആൾ കുറച്ച് ടെൻഷനിലായി, നേരം വൈകിയില്ലോ, പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ല എന്നുള്ളൊരിതിലായിരുന്നു. അങ്ങനെ നേരെ സ്റ്റേജിൽ കയറി നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും 2 വാക്ക് പറയുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരവും കാര്യങ്ങളും. അതിനുശേഷം നമുക്ക് സ്വീറ്റ്സ്, എനിക്ക് ഭയങ്കര പിമ്പിൾസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും നമ്മൾ സ്വീറ്റ്സ് ആയിട്ടുള്ള കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ ഫാമിലി, വൈശാഖിൻ്റെ ഫാമിലി സ്റ്റേജിൽ കയറി നമുക്ക് സ്വീറ്റ്സ്, നട്ട്സും കാര്യങ്ങളൊക്കെ തരികയാണ് ചെയ്തത്. അതിനുശേഷം അവരെ കൊണ്ടും കുറച്ച് സംസാരിപ്പിക്കുകയാണ്. ഇതെൻ്റെ അമ്മയും അച്ഛനും. അപ്പോൾ നമ്മുടെ കല്യാണമാണ്, എല്ലാവരുടെ അനുഗ്രഹം വേണം, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അച്ഛൻ അങ്ങനെയൊന്നും പറയാനറിയില്ല, എന്നാലും ആളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ അച്ഛന് പകരം അമ്മ വീണ്ടും പറയുകയാണ്. അച്ഛന് ടെൻഷനുള്ള കാരണം അങ്ങനെ സ്റ്റേജിൽ കയറി അങ്ങനെ ഒന്നും പറയൽ കുറവ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ഡാൻസായിരുന്നു. എൻ്റെ ഒരു സിംഗിൾ കഴിഞ്ഞിട്ട് നേരെ വൈശാഖിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയായിരുന്നു. ഒട്ടും പ്രിപ്പയർഡായിരുന്നില്ല, അറിയായിരുന്നു വിളിക്കുന്നുള്ളത്, പക്ഷെ പ്രാക്ടീസ് ചെയ്യൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൾ കുറച്ച് ഷൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ വിളിച്ചേറ്റി ആ സമയത്ത് സ്പോട്ടിൽ തന്നെ അതിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുകയാണ്. ആൾ കുറച്ചിങ്ങനെ അയ്യോ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനുശേഷം എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടും ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ചെറിയ ഗ്ലിംസൊന്നും എൻ്റെ ഫോണിലില്ല. അപ്പോൾ ഉള്ളതാണ് ഞാനിതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ ലാസ്റ്റ് ടൈമിൽ എനിക്ക് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും പഠിച്ചിരുന്നു. ലാസ്റ്റ് 2 ദിവസം എന്നെ വന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിന് ശേഷം വൈശാഖിനെ വിളിച്ച് സ്റ്റേജിൽ വരുത്തി. അപ്പോൾ ആൾ ഇങ്ങനെ എന്നെ എന്തെങ്കിലുമൊക്കെ പറയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ നിൽക്കണേ. കുറേ വട്ടം സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവർ പോകുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും പരിപാടി 100 ആക്കുക, ഇത് കളറാക്കുക ഒക്കെ പറയാമോ? അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ സ്റ്റേജൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു.